അജേഷിന്റെ കല്യാണ മുഴുവൻ ആളുകളെയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. പണ്ട് മുതലുള്ള ഒരു ആഗ്രഹമാണ് പക്ഷികളെ പോറ്റുക, നമ്മളൊരു ഹോബി ഇതാണ്. അപ്പോൾ ചെറുതിന് നമ്മളെ തൊട്ടടുത്തുള്ള രഞ്ജിഷാന്റെ വീട് അങ്ങനെ കുറേ ആളുകളുടെ വീട്ടിലെല്ലാം പ്രാവുകളുണ്ട്. അപ്പോൾ ചെറുതിലവിടെ പോയി ഇങ്ങനെ പ്രാവിനെ നോക്കും. ഇപ്പോൾ ഈ കുട്ടികളുടെ ഇവിടെ ഒന്ന് നോക്കുന്ന പോലെ. അപ്പോൾ വീട്ടിലൊന്നും കാര്യം, അപ്പോൾ പ്രാവിനാരും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ വീട്ടിലൊരു ദിവസം പറശ്ശിനിക്കടവിൽ അച്ഛനും അമ്മമ്മയും എന്നെ കൂട്ടിയിട്ട് പറശ്ശിനിക്കടവ് പോയി. അപ്പോൾ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, പ്രാവിനെ വാങ്ങി തന്നിട്ടില്ലെങ്കിൽ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വരില്ലാന്നുകൊണ്ട് ഫുള്ള് കരഞ്ഞ് കുഴപ്പമില്ലാക്കിയിട്ട് അച്ഛനെ ഇവിടെ മണ്ണാറിലും പൊട്ടിച്ചിട്ടാണ് എനിക്ക് ആദ്യത്തെ 2 പ്രാവിനെ വാങ്ങിച്ചിരുന്നത്. അപ്പോൾ ഞാനും ഇടയിലൊരു വിനീഷും കൂടിയിട്ട് മുതിയലം വരെ നടന്നിട്ട് ഒരു 5 കിലോമീറ്റർ നടന്നിട്ടാണ് പ്രാവിനെ വാങ്ങിച്ചു വരുന്നത്. അപ്പോൾ അതാണ് നമ്മളിതിൻ്റെ ക്രേസ്. ഇതിൻ്റെ ഒരു പെറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ ഒരു ക്രേസിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് സംഭവം. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ ഈ ഒരു വലുതായി ആദ്യം നമ്മൾ തക്കാളിപ്പട്ടി അങ്ങനെ ചെറിയൊരു പട്ടികളെല്ലാം എടുത്തിട്ടാണ് കൂടടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും വലുതായി എന്നിട്ട് നമ്മൾ വേഷം കളഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു കൂട് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കുറേ ആളുകൾ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് എനിക്ക് വെറുതെ പൈസ എന്തിനാണ് കളയുന്നത്, അങ്ങനെ എന്തെല്ലാം സംഭവമാണ്. പക്ഷേ നമ്മളൊരു പാഷൻ ഹോബി അത് നമ്മളിപ്പോഴും തുടങ്ങിയിട്ടില്ല. അതുപോലെ ഈ കിണറാദ്യം ഞാൻ പൊളിച്ചിട്ടുണ്ടായിരുന്നു ഇത്. അപ്പോൾ ഇവിടെ അമ്മയിലൊന്നും ഒരു കരയിലും അങ്ങനെ എന്തെങ്കിലും കുഴപ്പവും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ ശരിയായി. ഇപ്പോൾ ഈ ഒരു കൂട് ഈ ഒരു എൻ്റെ ഒരു പാഷൻ, എൻ്റെ ഒരു സ്വപ്നം എന്നുള്ളത് ഇപ്പോൾ ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന പിന്നെ ആളുകളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ ഒരു പിന്നെ നമ്മുടെ ദ ബേർഡ് ഹൗസ് എന്നാണ് ഇതിന് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളെ പെറ്റ് സ്റ്റേഷൻ മാട്ടൂര്, അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പിന്നെ പെറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെല്ലാവരും അവിടെ പോയിട്ടുണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപിക്കാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടില്ല. അതുപോലെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഇതിൽ കൂടുതൽ വലിയൊരാളെ നമുക്ക് വേറെ കിട്ടൂല എന്തായാലും. അപ്പോൾ ഈ തിരക്കില്ല സമയത്തും സ്ഥാപിക്ക ഈ ഒരു സമയത്ത് വന്നതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ദ ബേർഡ് ഹൗസ്, അജേഷിന്റെ ദ ബേർഡ് ഹൗസ് എന്ന് പറഞ്ഞൊരു സംരംഭം. എന്താണ് ഞാൻ സ്വപ്നത്തിലൊരു വിചാരിച്ചില്ല, ഇത്രയും ആൾക്കാരുണ്ടായിട്ട് ഒരു വലിയ സംഭവമാക്കിയിട്ട് ഇന്നോഗ്രേറ്റ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി പോയി കുറേ ലോക്കൽ ഇന്നോഗ്രേഷനൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ഉൾക്കൊള്ളിച്ച് എല്ലാവരോടും പറഞ്ഞിട്ടൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു നല്ല പരിപാടിയാക്കി മാറ്റി. എന്നാലും ഒരു നല്ലൊരു ഇൻസ്പിറേഷനായി. പിന്നെ അജേഷ് പറഞ്ഞ പോലെ ആദ്യം എല്ലാവരും ഇതുപോലെ ബേർഡ് ഹൗസിൽ വളർത്തുമ്പോൾ നല്ലോണം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾക്ക് ഞാൻ അജേഷിനോടൊരു കാര്യം പറയാം, എപ്പോഴും എതിർപ്പുണ്ടാവും, വലിയ എതിർപ്പുണ്ടാവും. നമ്മൾക്ക് ഇതിൽ നിന്ന് എപ്പോൾ വരുമാനം വന്നു തുടങ്ങുന്നു
എന്തെങ്കിലും വരുമാനം തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ പാഷൻ ആൾക്കാർ അംഗീകരിക്കുള്ളൂ. അതുവരെ എനിക്ക് വട്ടാന്ന് എനിക്ക് ഭ്രാന്താന്ന് അങ്ങനെയെല്ലാം തന്നെ പറയുന്നു. അപ്പോൾ എന്തെങ്കിലും കാര്യം ഇതേപോലെ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അങ്ങനെയെല്ലാം തന്നെയാണ് ഈ ബേർഡ്സിനെ ഇതിനെയൊക്കെ വളർത്തി തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ ഒരു പബ്ലിക് പാർക്കിൽ നിന്നൊരു കോൺസെപ്റ്റിലേക്ക് വന്ന് ഇങ്ങനെ ആൾക്കാർ വന്നു തുടങ്ങിയപ്പോൾ എല്ലാവരും അംഗീകരിക്കും. അപ്പോൾ അതിന്റെ ഈ പറയുന്ന സംഭവം നമുക്ക് ഈ വളർത്തുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതിന്റെ എതിർപ്പും കാര്യങ്ങളും എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലായ ഒരാളാണ്. എന്തായാലും ഈ സംരംഭം നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും കൺഗ്രാജുലേഷൻ. അപ്പോൾ നമ്മൾ ഈ 2 ബേർഡിനെ ഇതിലേക്ക് തുറന്നു വിട്ടിട്ട് ഇനോഗ്രേറ്റ് ചെയ്യുന്നതാണ്. കേട്ടോ തിരിച്ചടിക്കട്ടെ. ഇത് കൊടുക്കുന്ന ചെടി അത് ആ വീഡിയോ എടുക്കണ്ടേ? വൃക്ഷ പൈനര് അപ്പോൾ നമ്മളെല്ലാവരും ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട് വൃക്ഷ പയ്യന്നൂർ എന്നുള്ള ഒരു പേജ്. നമ്മളെപ്പോൾ ലൈക്കും കാര്യങ്ങളും ചെയ്യും. ഒരുപാട് ചെടികൾ, ഒരുപാട് അങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് ആ വൃക്ഷ പയ്യന്നൂരിന്റെ ഓണർ എന്ന് പറയുന്നത് നമ്മളെ സ്വന്തം നാട്ടുകാരൻ തന്നെയാണ്, നമ്മളെ ചങ്ങായി തന്നെയാണ് സുദേവ്. അപ്പോൾ സുദേവ് നമ്മളൊരു നല്ലൊരു വൃക്ഷത്തെ നമ്മളെ സ്ഥലത്തേക്ക് കൊടുക്കുന്നതാണ്. അവിടെ പെറ്റ് സ്റ്റേഷൻ നടന്നതാണ് നമ്മളൊരു ആഗ്രഹം, നമ്മളൊരു മെമ്മറിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗിഫ്റ്റുണ്ട്. അതിന് കുറച്ച് വളർന്ന ഒരു 6 അടി കഴിക്കാൻ അതുകൊണ്ട് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് സ്ട്രക്ചറാണ്. പക്ഷെ ഉള്ളിൽ വരുന്നത് ടെൻഡർ കോക്കനട്ടിന്റെ ഫ്ലേവറാണ്. അപ്പോൾ നല്ല ഫ്രൂട്ട് പ്ലാന്റാണ്. പ്ലസ് നിങ്ങൾ ആ ഒരു പ്ലേസിന് പറ്റിയ ഒരു പ്ലാന്റ് ചെയ്യാം. ഫ്ലാറ്റടിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ സർവൈവ് കപ്പാസിറ്റി കുറച്ച് കൂടുതലുള്ള പ്ലാന്റായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വേറെ പ്ലാന്റ് തരാമെന്ന് വിചാരിച്ചത്. പിന്നെ മാട്ടൂർ കോഴിയിലെ ഏരിയ അങ്ങനെയാണ് ഞാൻ താല്പര്യം.